ഹായ്, വീണാസ് മാജിക് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ച സ്പെഷ്യൽ മീൻകറിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മളിവിടെ 500 ഗ്രാം അളവിൽ മീനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. മീൻകറിയൊക്കെ തയ്യാറാക്കുന്നതിന് വെളിച്ചെണ്ണയായിരിക്കും നല്ലത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് വെള്ളവും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 2 കൊടംപുളി, അത് കഴുകി വൃത്തിയാക്കിയതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് അത് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കറി നല്ലതുപോലെ കുറുകി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ഇതിലേക്ക് വേണ്ട വറവൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് 2 or 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5 or 6 ചെറിയ ഉള്ളിയാണ്, അത് വട്ടത്തിലരിഞ്ഞതാണ്, അതുകൂടി ചേർത്ത് വഴറ്റാം. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറവല് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്